കട്ടിൽമാടം. പട്ടാമ്പിയിൽ നിന്നും കൂറ്റനാട് വഴിയുള്ള യാത്രയിൽ റോഡരികിലായി പലപ്പോഴും നമ്മുടെ കണ്ണിൽ പതിഞ്ഞിട്ടുള്ള ഒരു വലിയ കരിങ്കൽ ശിലാമണ്ഡപം. നിഗൂഢതകളും നിരവധി ഐതിഹ്യങ്ങളും പൗരാണിക വിശ്വാസങ്ങളും ഇടകലർന്നു കിടക്കുന്ന 1000-ലേറെ വർഷം പഴക്കമുള്ള ഈ കരിങ്കൽ ശിലാനിർമ്മിതിയുടെ വിശേഷങ്ങളിലേക്ക്. 1968-71 കാലഘട്ടങ്ങളിലെ ആർക്കിടെക്ചറൽ സർവേ ഓഫ് ടെമ്പിൾസിൽ കട്ടിൽമാടവും ഉൾപ്പെട്ടിരിക്കുന്നു. 1976 ഇത് സംരക്ഷിത സ്മാരകമായി പുരാവസ്തു വകുപ്പ് പ്രഖ്യാപിച്ചു. ഈ ശിലാമണ്ഡപത്തിന്റെ മുന്നിലായി നിർമ്മിതിയുടെ അവശിഷ്ടങ്ങളും ഇതിൽ നിന്നും അടർന്നു വീണ ഭാഗങ്ങളും കാണാം. ആദിമ ദ്രാവിഡ ശൈലിയിലുള്ള ഈ നിർമ്മിതി അല്പവിമാന രീതിയിലുള്ള ക്ഷേത്ര ശ്രീകോവിൽ ഗർഭഗൃഹ ഘടനയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പൗരാണികമായ ഈ ശിലാനിർമ്മിതി ഒരു ജൈന ബുദ്ധ ആരാധനാ ഇടമായിരുന്നെന്നും അതല്ല 6-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലെ ചോള പല്ലവ രാജാക്കന്മാരാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണെന്നും പറയപ്പെടുന്നു. നിശ്ചിത ആകാരത്തിലും വലുപ്പത്തിലുമുള്ള കനത്ത കരിങ്കൽ പാളികളാലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ശിലാക്ഷേത്ര രീതിയിൽ നിരവധി കൊത്തുപണികളോട് കൂടിയ ഭാരം കൂടിയ കരിങ്കൽ പാളികൾ അതിവിദഗ്ധമായി ചേർത്തു വച്ചിരിക്കുന്നു. കാലപ്പഴക്കം ഇതിലെ വൈവിധ്യമാർന്ന ശില്പഭംഗിയെ ബാധിച്ചിട്ടുണ്ടെങ്കിലും നൂറ്റാണ്ടുകളോളം നിലനിൽക്കുന്ന ഈ നിർമ്മിതി ഇപ്പോഴും ഇപ്രകാരം പൂർണ്ണതയിൽ നിലനിൽക്കുന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തും. ഈ ക്ഷേത്ര നിർമ്മിതിയെപ്പറ്റി നിഗൂഢമായൊരു ഐതിഹ്യം ഇതൊരു മനുഷ്യനിർമ്മിതിയല്ലെന്നും ഭൂതത്താന്മാർ അഥവാ അമാനുഷിക ശക്തികളാൽ ഒരൊറ്റ രാത്രി കൊണ്ട് നിർമ്മിക്കപ്പെട്ടു എന്നും കേട്ടുവരുന്നു. അതിശയോക്തി നിറഞ്ഞ ഈ ഐതിഹ്യം ഇവിടെ നിന്നും ഏകദേശം 10 കിലോമീറ്റർ മാറി പട്ടാമ്പിയിൽ സ്ഥിതി ചെയ്യുന്ന പട്ടാമ്പി കൈത്തളി ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ക്ഷേത്ര മണ്ഡപത്തിന്റെ രൂപഘടനയെപ്പറ്റി വിശദീകരിക്കാം. ഇതിന്റെ നിർമ്മിതി ഉള്ളിൽ പ്രദക്ഷിണ വഴികളില്ലാത്ത നിരന്തര ക്ഷേത്രം എന്ന ഗണത്തിൽപ്പെടുന്നതാണ്. മണ്ഡപത്തിന്റെ കിഴക്ക് ഭാഗം പ്രധാന വാതിൽ വരുന്ന വിധത്തിൽ തുറന്നിരിക്കുന്നു. സമചതുരാകൃതിയോടുകൂടിയ ഗർഭഗൃഹവും അതിനുമീതെ അർദ്ധമണ്ഡപവും ഘടിപ്പിച്ചിരിക്കുന്നു. ഇതിനു മുകളിലായി അഷ്ടഭുജ ആകൃതിയോടുകൂടിയ ഗ്രീവം എന്നറിയപ്പെടുന്ന മിനാരത്തിന്റെ കഴുത്തുഭാഗമാണ്. അതിനു മുകളിൽ കാണുന്ന മകുടത്തിന് ശിഖരം എന്ന് പറയപ്പെടുന്നു. ശിഖരവും ഗ്രീവവും നിർമ്മിച്ചിരിക്കുന്നത് ഒറ്റക്കല്ലിലാണ്. മറ്റു 3 ഭിത്തികളിൽ ഖനദ്വാരം എന്നറിയപ്പെടുന്ന ജനാലകൾ കാണാം. ക്ഷേത്ര നിർമ്മിതിയുടെ ഉൾഭാഗത്തെ കാഴ്ചകളിലോട്ട് വരികയാണെങ്കിൽ നടുക്ക് തറഭാഗത്ത് പ്രത്യേകിച്ച് നിർമ്മിതികളൊന്നും തന്നെ കാണുകയില്ല. ഒരുപക്ഷെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് നീക്കം ചെയ്യപ്പെട്ടതായിരിക്കാം. കനത്ത കരിങ്കൽ പാളികളാൽ വളരെ കൃത്യതയോടെയാണ് ഭിത്തികളുടെ നിർമ്മാണം. ഭിത്തികളിൽ ഈ രീതിയിൽ കരിങ്കൽ വിളക്കുകൾ കാണാം. സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ഭിത്തികളിലെല്ലാം ചിരക്കി എടുത്തതുപോലെയുള്ള പാടുകളുണ്ട്. ഇതിന്റെ മേൽക്കൂര മേലെ വൃത്താകൃതിയിൽ മൂടപ്പെട്ട നിലയിലാണ്. തറയുടെ സ്ലാബ് മുതൽ മേൽക്കൂര വരെ ഏകദേശം 10 അടിയോളം ഉയരമുണ്ട്. കുടയുടെ ആകൃതിയിലുള്ള ഈ മേൽക്കൂരയ്ക്കും അതിന്റെ ഇരുവശങ്ങളിലുമായിട്ടുള്ള ഭിത്തികളുടെ പാറകളിലുമെല്ലാം മുന്നേ പറഞ്ഞതുപോലെ ചിരകിയെടുത്തതുപോലെയുള്ള പാടുകൾ കാണാം. മറ്റൊരു കൗതുകം, ഈ ഭിത്തിയിൽ ഇതേപോലെ ചെറിയൊരു ഷെൽഫാകൃതിയിൽ ഒരു അറ നിർമ്മിച്ചിരിക്കുന്നു. പൂർണ്ണ വൃത്താകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ മേൽക്കൂര 2 ഘട്ടങ്ങളായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും. വൃത്താകൃതിയിലുള്ള മേൽക്കൂരയുടെ ശിലകൾ ഇതിനു താങ്ങായി നിൽക്കുന്ന മറ്റു ശിലകളെ അപേക്ഷിച്ച് കൂടുതൽ ഇരുണ്ടതും കറുത്ത നിറത്തിലുമുള്ളതുമാണെന്ന് ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാകും. ഒരുപക്ഷെ ഇതിന് മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നിരിക്കണം. ഇനി ഇതിന്റെ ഐതിഹ്യത്തിലോട്ട് കടക്കാം.
മേലെ പട്ടാമ്പിയിൽ സ്ഥിതി ചെയ്യുന്ന കൈത്തളി ശിവക്ഷേത്രം സമാനമായ രീതിയിലുള്ള ഒരു ശിലാക്ഷേത്രമാണ്. ഭൂതഗണങ്ങൾ അഥവാ അമാനുഷിക ശക്തികൾ കൈത്തളി ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഗോപുരമുകളിൽ സ്ഥാപിക്കുവാനായി തങ്ങളാൽ നിർമ്മിതമായ ഈ മണ്ഡപം കൊണ്ടുവരികയും എന്നാൽ ഉദയസൂര്യന്റെ രശ്മികൾ ഭൂമിയിൽ പതിച്ചതിനാൽ ഇത് വനമായിരുന്ന ഇവിടെ ഉപേക്ഷിക്കുകയും ചെയ്തത്രേ. പിന്നീട് അക്കാലത്തെ ചോളപല്ലവ രാജാക്കന്മാർ ഈ നിർമ്മിതി ഇതിനു മുകളിൽ സ്ഥാപിക്കുവാൻ തങ്ങളാൽ അസാധ്യമായതിനാൽ മനുഷ്യസാധ്യമായ വിധത്തിൽ ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചു എന്നാണ് ഐതിഹ്യം. കരിങ്കൽ നിർമ്മിതമായ കൈത്തളി ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗം ശ്രദ്ധിച്ചാൽ അത് സാധാരണ രീതിയിൽ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്ന് മനസ്സിലാകും. ഈ ഭാഗത്ത് സ്ഥാപിക്കുവാനാണ് കട്ടിൽ മാടം കൊണ്ടുവന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇനി ഈ ക്ഷേത്രത്തിന്റെ അടിഭാഗത്തെ കൊത്തുപണികൾ ശ്രദ്ധിക്കുക. ഇതിന് സമാനമായ രീതിയിലുള്ള കൊത്തുപണികൾ കട്ടിൽ മാടത്തിലും കാണാൻ കഴിയും. ഇത് കൈത്തളി ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഓങ്ങല്ലൂർ മഞ്ഞളങ്ങൽ ശ്രീ മഹാദേവ ക്ഷേത്രം. കൊത്തുപണികളാൽ മനോഹരമായ ഈ ക്ഷേത്രത്തിലുള്ള ചില കൊത്തുപണികൾ ശ്രദ്ധിക്കുക. ഭിത്തികൾ താങ്ങി നിൽക്കുന്നത് പോലെയുള്ള ചില രൂപങ്ങൾ ഇവിടെ കാണാം. ഇതിന് സമാനമായ രീതിയിലുള്ള കൊത്തുപണികൾ കട്ടിൽ മാടത്തിലും നമുക്ക് കാണാവുന്നതാണ്. പഴമക്കാരുടെ ഐതിഹ്യപ്രകാരം ഈ 3 ക്ഷേത്രങ്ങളും മനുഷ്യനിർമ്മിതമല്ലെന്നും അമാനുഷിക ശക്തികൾ അഥവാ ഭൂതഗണങ്ങൾ നിർമ്മിച്ചതാണ് എന്നും പറയപ്പെടുന്നു. മറ്റൊന്ന്, കട്ടിൽ മാടത്തിന് മുന്നിലുള്ള തകർന്നു കിടക്കുന്ന ഈ കരിങ്കൽ പാളികൾ ശ്രദ്ധിക്കുക. സൂക്ഷിച്ചു നോക്കിയാൽ ഇതിൽ ചില മുഖങ്ങളോടുകൂടിയ കൊത്തുപണികൾ കാണാം. അടർന്നു വീണ ഈ കരിങ്കൽ പാളികളിൽ മാത്രമല്ല, കട്ടിൽ മാടത്തിന്റെ താഴികക്കുടങ്ങളിലും ഇത്തരത്തിലുള്ള മുഖങ്ങളോടുകൂടിയ കൊത്തുപണികളുണ്ട്. കൈത്തളി ശിവക്ഷേത്രത്തിന്റെ വലിയ ബലിക്കല്ലിലും ഇതിന് സമാനമായ രീതിയിൽ ഇതേ രീതിയിലുള്ള കൊത്തുപണികൾ കാണാം. ഇതൊരു ജൈന ക്ഷേത്രമായിരുന്നു എന്ന് ചില പഠനങ്ങൾ വെളിവാക്കുന്നു. ജൈനകാലത്തെ ക്ഷേത്ര നിർമ്മിതികളുമായി ഇതിന് വളരെയധികം സാമ്യതകളുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ ബുദ്ധമതവുമായി ഇതിന് ബന്ധമുണ്ടെന്നും ബുദ്ധഭിക്ഷുക്കൾ ധ്യാനത്തിനായി ഉപയോഗിച്ചിരുന്ന ഒരു ധ്യാന മണ്ഡപമാണ് ഇതെന്നും മറ്റൊരു വാദമുണ്ട്. മണ്ണ് മൂടിയിരിക്കുന്ന ഈ ഭാഗത്ത് മുൻകാലങ്ങളിൽ ഒരു പ്രതിഷ്ഠ ഉണ്ടാകാമായിരുന്നുവെന്നും ഒരുപക്ഷെ അത് നീക്കം ചെയ്യപ്പെട്ടതാകാമെന്നുമുള്ള മറ്റൊരു സംശയവും പറയപ്പെടുന്നു. എന്നാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജി പറയുന്നത് ഇതിനകത്തെ പ്രതിഷ്ഠ ഏതായിരുന്നുവെന്ന് ഇതുവരെ അറിയപ്പെട്ടിട്ടില്ല എന്നാണ്. ഇനി ഉൾഭാഗത്തെ ശിലകൾ ശ്രദ്ധിക്കുക. ഇടതുഭാഗത്തെ 2 നീണ്ട ശിലകളിൽ നിന്നും വ്യത്യസ്തമായി വലതുഭാഗത്ത് ഒരു ശില കാണാം. ഇതിൽ വെള്ളം ഒഴുകിപ്പോകുന്ന രീതിയിലുള്ള ചാലുകളോടുകൂടിയ ഒരു കൊത്തുപണി കാണാം. ചില ക്ഷേത്ര പ്രതിഷ്ഠകളിൽ ഇത്തരത്തിൽ അഭിഷേകജലം ഒഴുകിപ്പോകുന്നതിനായി അടിഭാഗത്ത് ഓവുകളോടുകൂടിയ ഇത്തരത്തിലുള്ള നിർമ്മിതികൾ കണ്ടുവരാറുണ്ട്. എന്നാൽ ഇതിനൊന്നും എഴുതപ്പെട്ട രേഖകളോ വ്യക്തമായ ചരിത്രങ്ങളോ നിലവിലില്ല. മുഖമണ്ഡപത്തിന്റെ വലതുവശത്തായി തോരണം രീതിയിലുള്ള അലങ്കാര കൊത്തുപണികൾ കാണാം. എന്നാൽ മണ്ഡപത്തിന്റെ ഇടതുഭാഗത്ത് ഈ അലങ്കാര കൊത്തുപണികൾ പൂർത്തീകരിക്കാത്ത വിധത്തിലാണ്. മുഖമണ്ഡപത്തിന്റെ തുറന്നിരിക്കുന്ന ഭാഗത്ത് തൂണിന്റെ ആകൃതിയിലുള്ള ഈ കരിങ്കൽ നിർമ്മിതി ശ്രദ്ധിക്കുക. ഇതിന്റെ ഇടതുഭാഗം വ്യക്തമായ രീതിയിൽ ഉറപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വലതുഭാഗത്ത് ഇതിനെ താങ്ങി നിർത്താൻ ആവശ്യമായ രീതിയിൽ മറ്റൊരു നിർമ്മിതിയും കാണുകയില്ല. ഈ ക്ഷേത്ര മണ്ഡപം മുഴുവനായും കൃത്യതയോടെ നിർമ്മിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു ഭാഗം മാത്രം ഇങ്ങനെ നിലനിൽക്കുന്നു? ഒരുപക്ഷെ ഈ ഒരു ഭാഗത്തെ ശിലകൾ കാലാന്തരത്തിൽ അടർന്നുപോയതോ അതല്ലെങ്കിൽ ഇത് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതോ ആകാം. നിരവധി ഉത്തരമില്ലാത്ത ചോദ്യങ്ങളും ചരിത്രങ്ങളും നിഗൂഢതകളും പേറി ഈ ശിലാസ്മാരകം ഭീമമായ കാലപ്പഴക്കവും അതിജീവിച്ച് തലയുയർത്തി നിൽക്കുന്നു. അനേകകാലത്തെ ചരിത്രവും പൂർവികരുടെ മഹത്വവും വെളിവാക്കുന്ന ഈ രീതിയിലുള്ള നിർമ്മിതികൾ മികച്ച രീതിയിൽ തന്നെ സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ? കാലപ്പഴക്കത്താലും ശരിയായ സംരക്ഷണം ലഭിക്കാത്തതുകൊണ്ടും ഈ ശിലാനിർമ്മിതി ഇന്ന് ഏറെക്കുറെ ജീർണാവസ്ഥയിലാണ്. നമുക്കറിയാം, പല വിദേശ രാജ്യങ്ങളും അവരുടെയെല്ലാം പൗരാണിക നിർമ്മിതികളെയും ചരിത്രങ്ങളെയും വളരെ മികവോടുകൂടിയാണ് സംരക്ഷിക്കുന്നത്. ദിനം പ്രതി നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിനരികിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ സ്മാരകത്തിന്റെ പല ഭാഗത്തും വലിയ വിള്ളലുകൾ വീണിരിക്കുന്നു. ശരിയായ പരിചരണം നൽകി ഈ ചരിത്ര സ്മാരകത്തെ ജീർണതയിൽ നിന്നും സംരക്ഷിക്കുകയാണെങ്കിൽ
പൂർവചരിത്ര സ്മൃതികൾ വരും തലമുറയ്ക്കും സഞ്ചാരികൾക്കും ഇനിയും അനുഭവിക്കാനാകും. വേരുകൾ പടർന്നിറങ്ങി കാലങ്ങളുടെ മനോഹാരിതയുമായി നിൽക്കുന്ന ഈ ആൽമരത്തിനും ഒരുപക്ഷെ ചരിത്രങ്ങളുടെ പഴക്കമുണ്ടായിരിക്കാം. നിരവധിയായ ചരിത്രങ്ങളും മിത്തുകളും പഴങ്കഥകളും പേറി പാതയ്ക്കരികിൽ സഞ്ചാരികളെയും ചരിത്രാന്വേഷികളെയും കാത്ത് കട്ടിൽമാടം പ്രൗഢിയോടെ ഇതുവരേക്കും നിലനിൽക്കുന്നു.